അബ്ദുല്ലാഹിന്റെ കാലത്ത് വിപ്ലവം ഉണ്ടായപ്പോൾ അന്ന് പൊന്തിയിരുന്ന കവറ് അതെങ്ങനെയാണ് നബിന്റെ കാലത്ത് അതുപോലെ തന്നെ ആക്കണമെന്ന് അതിലേക്ക് നടപ്പിലാക്കി. അതിനിവിടുന്ന് ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നു. പലരും പ്രതിഷേധിച്ചു. കവറതാ പൊളിക്കുന്ന കവറ പൊളിക്കുന്നവരുണ്ട്. പക്ഷെ കവറ് പൊളിക്കേണ്ടതാണെന്നല്ലേ? അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഷാഫി മദ്ഹബുകാരാണ് പറയുന്നത്. ഷാഫി മദ്ഹബിൽ എന്താ പറയുന്നത്? കബറുകൾ ആളെ കെട്ടിപ്പോക്കാൻ പാടില്ല, കെട്ടിപ്പോയിക്കാൻ പൊളിച്ചു മാറ്റണം. അഥവാ ഒരാൾക്ക് സ്വന്തം ഇഷ്ടം പറയാൻ ചെയ്യുന്നത് അയാളുടെ സ്ഥലത്താണ്, പ്രൈവറ്റ് സ്ഥലത്താണെങ്കിൽ അതിനാ ഇഷ്ടം ചെയ്യട്ടെ, പൊതു സ്ഥലത്ത് തീരെ പാടില്ല എന്നാണ്. ഇപ്പൊ യാറുണ്ടാക്കണതൊക്കെ എവിടെ? യാറൻപൊടി കേസ് എന്നാണ് കേസുണ്ടായി വലിയോറയിൽ. അവസാനം ഷാഫി മദ്ഹബിനാണ് മുസ്ലിം എന്നാണ് മുസ്ലിമിനെ വിചാരണ ചെയ്തു. 10 പേർ കൊടുത്ത് വായിച്ചു കൊടുത്തു. പൊളിക്കണം എന്നല്ലേ പറയുന്നത്, അത് പൊളിക്കണം എന്നാ പറയുന്നത് ധരിച്ചു. അപ്പോൾ അത് പിന്നെ പൊളിച്ചത് ശരിയാണോ? വലിയോറ അധികാരി ആരെ പൊളിച്ചു എന്ന കേസ്. അപ്പൊ കേസിൽ അത് പൊളിക്കേണ്ടതാണെന്ന് ഇങ്ങനെ മൊഴിയിലിങ്ങനെ സംബന്ധിച്ചിട്ട് കൂട്ടുപൊലിക്ക് സംബന്ധിച്ചു. ആ പൊളിക്കേണ്ടതാണെന്നല്ലേ പറയുന്നത്. ആ ചോദിച്ചു, ആ പൊളിക്കേണ്ടതാണെന്നല്ലേ പറയുന്നത്. പക്ഷെ അത് എല്ലാവർക്കും പൊളിക്കാൻ പാടില്ല, അധികാരമുള്ളവർക്ക് പൊളിക്കാൻ പാടുള്ളൂ എന്നാണ്. പക്ഷെ അവിടെ വക്കീൽ ചോദിച്ചു, അധികാരിയല്ലേ പൊളിച്ചത്? അധികാരിയാണ് പൊളിച്ചതെന്നാ കേസ്. അധികാരിയല്ലേ പൊളിച്ചതെന്നാണ്. അധികാരിയെ പൊളിച്ചതെന്നാണ് പൊളിക്കേണ്ടതെന്ന് പറഞ്ഞു. അധികാരി അല്ല പൊളിച്ചെങ്കിൽ അവൻ കേസ് നടപടി ചെയ്തില്ലേ? ആ കേസ് കഴിഞ്ഞുപോയി. അതുപോലെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളിൽ ഇപ്പൊ സമസ്ത 100ാം വാർഷികത്തിലേക്കാണ് ഇതെത്തിയിരിക്കുന്നത്. അതിന്റെ മുമ്പ് ജമിയത്തിലുള്ള വെറുതായിട്ടുണ്ട്. പക്ഷെ ഈ 100 കൊല്ലം കൊണ്ട് സമസ്ത എന്താണ് ചെയ്തത്? അതിനെപ്പറ്റി കുടിചിന്തനമാണല്ലോ. നല്ല കാര്യങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസം അതുപോലെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകലേക്ക് അടുപ്പിക്കാന്നല്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എന്താ സമസ്തക്കാർ ചെയ്തത്? അവർ എന്താണ് ചെയ്തിട്ടുള്ളത്? ഏതിനാണ് അവർ വെള്ളം കൂട്ടാത്തത്? ഇവിടെ ആദ്യമായി മുസ്ലിം സമൂഹത്തെ ഒന്നിച്ചു തരുന്നതാക്കാൻ അവർ സമസ്ത ആദ്യം അറിയണം. മുസ്ലിങ്ങൾ തമ്മിൽ സലാം പറയുകയാണ്. സലാം പറഞ്ഞാൽ മടക്കാനും പാടില്ല. നമ്മൾ ഒരേ നിസ്കരിക്കുക, നമ്മുടെ കിബില ഒരേ കിബില അംഗീകരിക്കുക, അർത്ഥം ഒരർത്ഥം തിന്ന അവരാണ് മുസ്ലിം. ആ മുസ്ലിം മറ്റേ മുസ്ലിമിനെ കണ്ടാൽ സലാം പറയാൻ പാടില്ല, സലാം മടക്കാൻ പാടില്ല എന്ന ഫത്വയല്ലേ ഏറ്റവും വലിയ അവിടെ ഉണ്ടാക്കിയ ഫത്വ. ഇനി അവിടുന്ന് കണ്ട് വന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമുക്ക് പറയാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അടർത്തിയെടുത്ത് മുസ്ലിം സമുദായത്തെ അധാർമ്മികതയിലേക്ക് കൊണ്ടുപോകാൻ അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ഈ കളിയിൽ അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. സമസ്ത അറിയാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. സമസ്തയുമായി നമ്മൾ ചർച്ച ചെയ്യാനൊക്കെ നമ്മൾ തയ്യാറാണ്. പറയുന്നതിനുണ്ടെങ്കിൽ നമ്മൾ മാറ്റം വരുത്തുന്ന അല്ല. നമ്മൾ പറയുന്നത് അതിൽ ഒന്നിച്ചിരുന്ന മനുഷ്യരെ നമുക്ക് മനുഷ്യന്മാരല്ലേ, ചർച്ച ചെയ്തിട്ട് ശരിക്കും ആരെടുത്താ തെറ്റെങ്കിൽ മനുഷ്യനെ തെറ്റുപറ്റാ അല്ലെങ്കിൽ മാറ്റണം. പക്ഷെ അതില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കി നടത്തിയിട്ട് ഒരു മയ്യത്ത് 5 ദിവസം അറിയാതെ വെച്ചിട്ട് അവസാനം കേസ് കൊടുത്തു. 5 കൊല്ലം കേസ് നടത്തിയതിന്റെ വിധി എന്താണെന്ന് അറിയാമോ? മുജാഹിദീകളാണ് യഥാർത്ഥ മുസ്ലിങ്ങളാണ് അന്ന കോടതി വിധി. അതിന് അപ്പീൽ കൊടുക്കുന്ന സംസ്ഥക്കാരൻ കേട്ടിട്ടുണ്ടോ? അതിനുവേണ്ടി ഫാത്തിമാവി കാഫറാണെന്ന് പറഞ്ഞവരല്ലേ ആ കേസിൽ സംസ്ഥാന അന്നത്തെ സാക്ഷി എക്കാസത്താണ്. അന്ന് ഫാത്തിമാവി അന്ന് ഫാത്തിമാവി കാഫറായിരുന്നു പറഞ്ഞു. വിധിയിലില്ലേ? മുത്തണ്ണൂർ പള്ളി കേസിന്റെ വിധി ഒന്ന് വായിച്ചു നോക്കി. ഇതാണോ സമസ്ത ചെയ്യുന്നത്? അപ്പൊ സമസ്തക്കാരെന്താ ചെയ്യുന്നത്? ഇന്ന് നിങ്ങൾ നോക്കായിരുന്നു, മുസ്ലിങ്ങൾ അധാർമികതയിൽ നമ്മുടെ ന്യൂനപക്ഷമാണ്. പക്ഷെ ഇവിടുത്തെ അധാർമികത കാണുമ്പോൾ മുസ്ലിങ്ങളെ ന്യൂനപക്ഷമല്ലല്ലോ നിങ്ങൾ നോക്കായിരുന്നു. പത്രങ്ങളിൽ ഇങ്ങനെ വരുന്ന വാർത്തകളൊക്കെ അതിൽ കുറ്റവാളികളെ നോക്കും നിങ്ങൾ. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ല കാണുന്നത്, അവരെ പോലെ തന്നെ കാണുന്നത്, ചിലപ്പോൾ അധികം കാണുന്നു. എന്തേ നമുക്കൊരു മാറ്റം വരണം? മദ്രസകൾ ആദ്യം പാടില്ല എന്ന് പറഞ്ഞ ഒരുപാട് മദ്രസകൾ വന്നു. പക്ഷെ ആ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ നിസ്കരിച്ചെങ്കിലും പാടില്ല, നോമ്പിട്ടെങ്കിലും പാടില്ല, ഒന്നും പാടില്ല. ഒരു മാല എടുത്തിട്ട് മൊഴിയൊന്നും കളയാതെ പിടയാവാതെ ജന്മവർക്ക് മണിമാട സ്വർഗത്തിൽ നായം കൊടുക്കുമേ. ഇത് പഠിപ്പിച്ചോണ്ട് നന്നാവേണ്ട ആവശ്യമുണ്ടോ? ഓൻ എന്ത് ചെയ്താലെന്താ? മാത്രമല്ല ഏത് തമ്മാടിയാണ് ശരി, ഓൻ മരിച്ചാൽ പ്രത്യേക നിക്കലുണ്ട്, 70,000 നിക്കലില്ല, സ്വർഗത്തിൽ പോയി. പിന്നെന്താ നന്നാവണത്? ഇതൊക്കെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണെങ്കിൽ ആ സമുദായങ്ങൾ നന്നാവും. അതല്ല ഒരു മനുഷ്യൻ അധ്വാനിച്ചതേ കിട്ടൂ, അവൻ പ്രവർത്തനം നന്നാക്കണം, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അതിനാണ് നമ്മുടെ ഇസ്ലാമിക പ്രസ്ഥാനം. അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി കാര്യങ്ങളിൽ തുടർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ തുടക്കമാണല്ലോ ഈ പിടിച്ചെടുത്തൊക്കെ, അത് നമുക്ക് ഇനി തുടർന്ന് നടക്കാം. ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണമെന്നും പഠിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇതൊരു സാലിഹ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم
വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.